ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൊമ്പൈക്കാണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി, തിരുവനന്തപുരം ജില്ലയിലാണ്. കൊമ്പൈക്കാണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ സി, 1961 ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷമാണ് 1961. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നാം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന്? ഓപ്ഷൻ എ, അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നാം കടമെടുത്തത് അയർലൻഡിൽ നിന്ന്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണൂരിൽ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശികൾ ആര്? ഓപ്ഷൻ ഡി, പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിൽ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി, ജംഷഡ്പൂരിലാണ്. ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻ സി, NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 544. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ, കോട്ടയത്താണ്. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത് കോട്ടയത്ത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതായിരുന്നു? ഓപ്ഷൻ ഡി, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ഏത്? ഓപ്ഷൻ ബി, ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. നാം അധിവസിക്കുന്ന മണ്ഡലമാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലമായ ട്രോപ്പോസ്ഫിയർ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ, 1909 ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നുകൂടി അറിയപ്പെടുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? ഓപ്ഷൻ ബി, ഭാരതപ്പുഴയാണ്. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര്? ഓപ്ഷൻ സി, ഗാന്ധിജിയാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജി. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി, NA പാൽക്കിവാലയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പാൽക്കിവാല. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത്? ഓപ്ഷൻ ഡി, മജുലിയാണ്. ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന മജുലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി, സലീം അലിയുടെ ആത്മകഥയാണ്. ഒരു കുരുവിയുടെ പതനം എന്നത് പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന സലീം അലിയുടെ ആത്മകഥയുടെ പേരാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ,
സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ശ്യാമമാധവം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി പ്രഭാവർമ്മയുടെ കൃതിയാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ശ്യാമമാധവം പ്രഭാവർമ്മയുടെ കൃതിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോവിഡ് കാലത്ത് കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ അക്ഷരവൃക്ഷം പദ്ധതിയാണ് കോവിഡ് കാലത്ത് കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം പദ്ധതി. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ വെന്റിലേറ്റർ സംവിധാനത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി ജീവൻ എന്നതാണ് ഇന്ത്യൻ റെയിൽവേ കൊറോണ കാലത്ത് വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ വെന്റിലേറ്റർ സംവിധാനത്തിൻ്റെ പേരാണ് ജീവൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? ഓപ്ഷൻ ഡി താപ്തി നദിയാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദിയാണ് താപ്തി നദി. അപ്പോൾ നമുക്കറിയാം താപ്തി നദി ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. അപ്പോൾ താപ്തി പടിഞ്ഞാറോട്ടൊഴുകുന്നു, പടിഞ്ഞാറോട്ടൊഴുകി പതിക്കുന്നത് അറബിക്കടലിലാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ഗുജറാത്തിലാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഗോവ സംസ്ഥാനം രൂപീകൃതമായ വർഷമേത്? ഓപ്ഷൻ ബി 1987 ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയത് 1987. 22ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് KSFEയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ തൃശ്ശൂരാണ് KSFEയുടെ ആസ്ഥാനം. എവിടെയാണ്? തൃശ്ശൂർ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലുള്ളതാണ്? ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥയിലാണ് ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ പ്ലാസ്മ അവസ്ഥയിലുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പോൾ ഭൂമിയിൽ പ്ലാസ്മ അവസ്ഥ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഇടിമിന്നൽ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ് നദിയാണ്. ഷിയോനാഥ് നദി ഒഴുകുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ് നദി ഒഴുകുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലൂടെ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നുപോകുന്ന അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ ഉത്തരായന രേഖയാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്ന നദി ഏത്? ഓപ്ഷൻ സി നർമ്മദ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്ന നദിയാണ് നർമ്മദ നദി. 27ാമത്തെ ക്വസ്റ്റ്യൻ. കുടുംബശ്രീ മിഷൻ കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി ഹരിതശ്രീ എന്നതാണ്. കുടുംബശ്രീ മിഷൻ കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. 28ാമത്തെ ക്വസ്റ്റ്യൻ. മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടെത്തിയ നാവികൻ ആര്? ഓപ്ഷൻ എ ഹിപ്പാലസ് ആണ്. മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടെത്തിയ നാവികനാണ് ഹിപ്പാലസ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡിലാണ് അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.
ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത്. 30-ാമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുച്ഛേദം 17. അയിത്തം നിരോധിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 17. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 32-ാമത്തെ ക്വസ്റ്റ്യൻ. അയഡിൻ ലായനിയെ അന്നജത്തോട് ചേർക്കുമ്പോൾ ലഭിക്കുന്ന നിറമേത്? ഓപ്ഷൻ സി നീല നിറമാണ്. അയഡിൻ ലായനിയെ അന്നജത്തോട് ചേർക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് നീല നിറം. 33-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ? ഓപ്ഷൻ ഡി കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ. ഒരു കായാന്തരിത ശിലയാണ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ എ സത്താറയായിരുന്നു. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യമായിരുന്നു സത്താറ. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പുത്രനാണ് നടരാജഗുരു? ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ്. നടരാജഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഏത്? ഓപ്ഷൻ സി കോൺവെക്സ് മിററാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പുറകുവശം കാണാനായിട്ട് ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഒരു കോൺവെക്സ് മിററാണ്. അപ്പോൾ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററുമാണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ ബി മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് മഗ്നീഷ്യം സിലിക്കേറ്റ്. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ? ഓപ്ഷൻ ഡി മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള തർക്ക വിഷയമാണ് തീൻ ബിഘ കോറിഡോർ? ഓപ്ഷൻ സി ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഒരു തർക്ക വിഷയമാണ് തീൻ ബിഘ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് തർക്ക വിഷയമാണ്. 41-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ കാൽസ്യം കാർബൈഡ് ആണ്. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. 42-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ സി പശ്ചിമഘട്ടമാണ്. അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് ബോറ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത്. 44-ാമത്തെ ക്വസ്റ്റ്യൻ. AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏത്? ഓപ്ഷൻ എ പ്രരോദനമാണ്.
AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. 45-ാമത്തെ ക്വസ്റ്റ്യൻ. മഞ്ചേശ്വരം, വെള്ളരിക്കുണ്ട് എന്നീ പുതിയ താലൂക്കുകൾ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ഡി, കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരം, വെള്ളരിക്കുണ്ട് എന്നീ പുതിയ താലൂക്കുകൾ നിലവിൽ വന്നത് കാസർഗോഡ് ജില്ലയിൽ. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1947 മുതുകുളം പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി, ഓടക്കാലിയിലാണ് കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയിൽ. 48-ാമത്തെ ക്വസ്റ്റ്യൻ. കത്രിക ഏത് വർഗത്തിൽപ്പെട്ട ഉത്തോലകത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ, 1-ാം വർഗത്തിൽപ്പെട്ട ഉത്തോലകത്തിന് ഉദാഹരണമാണ്. കത്രിക 1-ാം വർഗത്തിൽപ്പെട്ട ഉത്തോലകത്തിന് ഉദാഹരണമാണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കിയ വർഷമേത്? ഓപ്ഷൻ സി, 2010 കേരളത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കിയ വർഷമാണ് 2010. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? ഓപ്ഷൻ ബി, 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് മലപ്പുറത്ത് 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്.